മിശിഹായിൽ പ്രിയമുള്ളവരെ, മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രം കഴിഞ്ഞ ദിവസം ലണ്ടനിലെ എണ്ണച്ചായ ചിത്രമാണ് ലേലത്തിൽ പോയത്. ഞാൻ പത്രത്തിൽ വായിച്ചത് 1.7 കോടി രൂപയ്ക്ക്. അപ്പോൾ ആരാണ് ഈ ചിത്രം ഇത്ര തുക കൊടുത്ത് വാങ്ങിയത് എന്ന് അറിയാൻ വേണ്ടി ഞാൻ പേര് നോക്കി. പക്ഷെ പേര് അതിനകത്തില്ല. പിന്നെ ഞാൻ ചിന്തിച്ചു, എന്തായിരിക്കും ഈ വ്യക്തി ഇത്രയും തുക കൊടുത്ത് ഇത് വാങ്ങാനുണ്ടായ കാരണം? ഒരുപക്ഷെ ഗാന്ധിജിയുടെ ചില സ്വഭാവ സവിശേഷതകൾ ആ വ്യക്തിയെ അത്രമാത്രം ആകർഷിച്ച് കാണാം. നമുക്കറിയാലോ, ഗാന്ധിജി അഹിംസയുടെ ആളായിരുന്നു. നല്ല ആത്മാർത്ഥമുള്ള ഒരു മനുഷ്യനായിരുന്നു. എളിമയുടെ നിറകുളമായിരുന്നു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഗാന്ധിജിയിൽ ഈ വ്യക്തി കണ്ടിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചതാണല്ലോ, ചില ഈ വ്യക്തി പല കാര്യങ്ങൾ ഒരു കാര്യമൊക്കെയായിരിക്കും കണ്ടത്. എന്തായാലും ആ വ്യക്തിയുടെ ഹൃദയത്തെ നന്നായിട്ട് തൊടാൻ ഗാന്ധിജിക്ക് സാധിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ആ മനുഷ്യന്റെ ചിത്രം കണ്ടപ്പോൾ, അത് 1934 വരച്ച ചിത്രമാണെന്ന് പറഞ്ഞേ. ക്ലെയർ ലേറ്റിൽ എന്ന് പറയുന്ന ഒരു വനിത ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിന് ചെന്ന സന്ദർഭത്തിൽ അത് പൂർത്തിയാക്കിയെന്നാണ് പറയുന്നത്. അവർ മരിച്ചു, അവരുടെ കുടുംബമാണ് അത് ലേലത്തിൽ വെച്ചത്. അപ്പം ആ ചിത്രം ആണ് സ്വന്തമാക്കിയത് ഈ മനുഷ്യൻ. കാരണം എത്ര കൂടി കൊടുത്താലും ഈ മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്തയായിരിക്കാം പക്ഷേ ഈ വ്യക്തിയെ ഇത് വാങ്ങാനായിട്ട് പ്രേരിപ്പിച്ചിത്രയും തുക കൊടുത്തത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, ഗാന്ധിജി എന്ന് പറയുന്ന മനുഷ്യൻ ഈ മനുഷ്യനെ അത്രമാത്രം ആകർഷിച്ചു. നമ്മുടെ സംസാരവും പെരുമാറ്റവും വഴി ജനങ്ങളെ, അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവരെ ആകർഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. മനുഷ്യരെ ആകർഷിക്കാനായിട്ട് സാധിക്കും. ഈശോ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നത് ഈ ഒരു ദൗത്യം ഏൽപ്പിക്കാനായിരുന്നല്ലോ. പത്രോസിനെ ഈശോ തെരഞ്ഞെടുക്കുമ്പോൾ എന്താണ് പറയുന്നത്? പത്രോസേ, നീ വാ, ഇനി മുതൽ നീ മത്സ്യം പിടിക്കുന്നവനല്ല, നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കി ഞാൻ മാറ്റാം എന്നാണ് ഈശോ പറയുന്നത്. ഈശോ തന്നെയും അങ്ങനെയായിരുന്നു. തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ, തൻ്റെ ജീവിതത്തിലൂടെ മനുഷ്യ മനസ്സുകളെ കടന്നാകർഷിക്കാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചിരുന്നല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് കണ്ട സുവിശേഷ ഭാഗം ഉണ്ടായത്, അല്ലേ? ആ സ്ത്രീ വില കൂടിയ നാർദീന്തയിലോ, എത്ര വിലയാണ് എടുത്തത്? അവിടെ കൂടിയിരുന്ന ആളുകൾ 300 ദനാറ. ഒരു ദനാറ എന്ന് പറയുന്നത് പറയാമോ? ഒരു ദിവസത്തെ കൂലിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ കണക്ക് നോക്കുമ്പോൾ ആ കുപ്പി തൈലത്തിന് എത്രയുണ്ട് വില? 3 ലക്ഷം. 3 ലക്ഷം രൂപ വിലയുണ്ട്. ആ തൈലം കൊണ്ടുവന്ന് ഈശോയുടെ ശിരസിൽ ഒഴിക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പറയുകയാണ്, ഇവിടെ എന്താണ് ഈ കാണിക്കുന്നത്? അവൾക്കത് പ്രശ്നമല്ല. കാരണം അത്തരത്തിലുള്ള 1000 കുപ്പി തൈലം അവൾ കൊണ്ടുവരും. അവൾക്ക് വില ഒരു പ്രശ്നമല്ല. അവൾക്ക് സാധിക്കുമെങ്കിൽ അത് ഞാൻ പറയും. കാരണം അത്രമാത്രം അവളുടെ ഹൃദയം ഈ ദൈവപുത്രനിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സുവിശേഷത്തിൽ നടന്ന മറ്റൊരു കഥാപാത്രമാണ് അരിമത്തേക്കാരൻ ഔസേപ്പ്. ഈശോ തന്റെ ജീവിതത്തെ പറ്റി പറഞ്ഞത് ഇപ്രകാരമാണ്: പാമ്പുകൾക്ക് വാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, എന്നാൽ മനുഷ്യപുത്രൻ തലചായ്ക്കാൻ ഇടമില്ല. അക്ഷരാർത്ഥത്തിൽ ഇത് തന്നെയായിരുന്നു ഈശോയുടെ ജീവിതം. ഈശോ മരിച്ചതിന് ശേഷം ഈശോയെ അടക്കാൻ ഒരു കല്ലറ പോലും സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല ഈശോ.
ഔസേപ്പ് തന്റെ സ്വന്തം കല്ലറയിൽ ഈശോയെ അടക്കി. കരിങ്കലിൽ കുത്തിയിടുന്ന കല്ലറ എന്നൊക്കെയാണ് സുവിശേഷത്തിൽ വിശേഷണം. നല്ല വിലയുള്ള കല്ലറ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ അദ്ദേഹം ചെയ്യാൻ കാരണം എന്താണ്? ഈശോ അദ്ദേഹത്തെ അത്രമാത്രം ആകർഷിച്ചു. നമ്മുടെ ജീവിതം വഴി മനുഷ്യരെ ആകർഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അവരെ പോലെ ആകാൻ നീ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ അപ്പച്ചനെ പോലെ ആകാൻ നീ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ അമ്മച്ചിയെ പോലെ ആകാൻ പോലും, അല്ലെങ്കിൽ അവളെ ഇങ്ങനെ ഇത്തരത്തിൽ നമ്മളെ പറ്റി ചിന്തിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകാനായിട്ട് സാധിച്ചാൽ വലിയൊരു കാര്യം. അതാണ് നമുക്ക് കൊടുക്കാൻ ഏറ്റവും വലിയ കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചു. ഞാൻ എൻ്റെ അമ്മയുടെ ഫുണറലിന് പോയിരുന്നു. പ്രായമായി മരിച്ചതാണ്. 99 വയസ്സ്. അടുത്ത സെപ്റ്റംബർ ആവുമ്പോൾ 100 ആവും. ആ അവസ്ഥയിൽ എനിക്ക് ഈ അമ്മമ്മയെ പറ്റി ഓർക്കുമ്പോൾ അത് സന്തോഷമാണ്. ആ വ്യക്തി എത്തുന്നിടത്തെത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ജീവിച്ച കാലഘട്ടം മാത്രമേ തനിക്ക് ദൈവം ഏൽപ്പിച്ച കടമകൾ ഭംഗിയായിട്ട് അന്തസ്സായിട്ട് നിർവഹിച്ച് കടന്നുപോയ ഒരമ്മയാണ്. താൻ ഇടപെട്ട എല്ലാവരോടും തികഞ്ഞ മര്യാദകളോടുകൂടി ഇടപെട്ട ഒരു വ്യക്തിയാണ്. അത് ഞാൻ പറഞ്ഞത് അമ്മയുടെ അടുത്ത് വ്യക്തി. അപ്പോൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ നൽകേണ്ട സാക്ഷ്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ നമ്മൾ വിലയിരുത്തണം, ഇതുവരെയുള്ള നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ കുടുംബത്തിലെ സാന്നിധ്യം എന്ന് പറയുന്നത് അതൊരു അനുഗ്രഹിക്കുന്ന സാന്നിധ്യമാണോ, അതോ അരോചകമാകുന്ന വിധത്തിലാണോ ഞാൻ എൻ്റെ കുടുംബത്തിൽ ബന്ധപ്പെടുന്നത്? ഞാൻ ബന്ധപ്പെടുന്ന മറ്റാളുകളുമായിട്ടൊക്കെയുള്ള എൻ്റെ ആ ഒരു കാര്യം എങ്ങനെയാണ്? അവർക്കൊരു സന്തോഷം കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അവരുടെ ഹൃദയത്തിന് ഒരു കുളിർമ, ഒരു ആനന്ദം കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എൻ്റെ സാന്നിധ്യം വഴിയായിട്ട് അവരുടെ ഉള്ളിൽ ആശ്വാസം, ഒരു പുഞ്ചിരി കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിലയിരുത്തണം എന്നാണ് സുവിശേഷ തുടർന്നുള്ള ഈ പ്രസംഗത്തിൽ എനിക്ക് നിങ്ങളോട് പറയാം. കൊളോസ്സോസിലെ ലേഖനം 4-ാം വാക്യത്തിൽ ഇതിനുള്ള വഴികളെ പറ്റി പറയുന്നുണ്ട്. അവിടെ പറയുന്ന പ്രകാരമാണ്: നിങ്ങളുടെ സംസാരം കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ എന്നാണ് അങ്ങനെ പറയുന്നത്. നിങ്ങളുടെ സംസാരം കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഇപ്രകാരം സംസാരിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ, പെരുമാറാനായിട്ട് നമുക്ക് സാധിച്ചാൽ, അത് മനുഷ്യരെ ആകർഷിക്കുന്ന ഒരു കാര്യം. 1 പത്രോസ് 3:3 ഇപ്രകാരം പറയുകയാണ്. അവിടെ സ്ത്രീകളോടുള്ള ഉപദേശമാണ്, വിവാഹിതരായിട്ടുള്ള സ്ത്രീകളോട്. പക്ഷെ എല്ലാവർക്കും അത് ബാധകമാണ്. അവിടെ ഇപ്രകാരം പറയുകയാണ്: പിന്നിയ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളോ ഒന്നുമല്ല നിങ്ങളുടെ അലങ്കാരം. ദൈവസന്നിധിയിൽ അമൂല്യമായ സൗമ്യവും ശാന്തവുമാകുന്ന ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് നിങ്ങളെ അലങ്കാരം. എന്താണ്? സൗമ്യവും ശാന്തവുമായ ആത്മാവിനെ ധരിച്ച് നടക്കുക. അതാണ് നിങ്ങളുടെ അലങ്കാരം. ഇത് വിവാഹിതരായ സ്ത്രീകളോട് പറയുന്നതാണെങ്കിലും വിവാഹിതരായ സ്ത്രീകളോട് മാത്രമല്ല, എല്ലാ ജനങ്ങൾക്കും, എല്ലാവർക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്ന ജീവിതത്തിൻ്റെ ഒരു സവിശേഷതയാണ്. എല്ലാവരെയും ആകർഷിക്കാൻ തരുന്ന എല്ലാവരെയും ആകർഷിക്കാൻ തക്കതായ ഒരു പ്രകൃതമാണ്. മറ്റൊരു വചനം റോമാക്കാരുടെ ലേഖനം 12-ാം വാക്യം ഞാനെന്ന് കുർബാനയ്ക്ക് മുമ്പ് പറഞ്ഞതാണ്: നിങ്ങളുടെ സ്നേഹം നിഷ്കപടമായിരിക്കട്ടെ, തിന്മയെ ദ്വേഷിക്കുകയും നന്മയെ മുറുകെ പിടിക്കുകയും. ആകർഷകമായ വ്യക്തിത്വത്തിൻ്റെ ചില സവിശേഷതകളാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മളത് വിലയിരുത്തണം. എൻ്റെ ജീവിതം എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പോകുന്നത്. ഈശോ ആഗ്രഹിക്കുന്ന ജീവിതം ഇതാണ്. ഈശോ ഇങ്ങനെയായിരുന്നു. അപ്പം നമ്മളുടെ ജീവിതം കൊണ്ട് നമുക്ക് മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിക്കാം. ഒരു നിമിഷം കടകൾ വച്ച് ഈശോയെ അന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്
മനുഷ്യരെ പിടിക്കാനായി മത്സ്യങ്ങളെ പിടിച്ചിരുന്ന അവരെ അങ്ങ് അപ്രകാരമാക്കി. ഞങ്ങളെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള ജീവിതങ്ങൾ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ജീവിതങ്ങളായിരുന്നു, ആത്മാർത്ഥതയുടെ ജീവിതങ്ങളായിരുന്നു. ചുരുക്കത്തിൽ അങ്ങയുടെ സാന്നിധ്യമാണ് ഞങ്ങളെയൊക്കെ ആകർഷിച്ച ജീവിതങ്ങളിൽ ഞങ്ങൾ കണ്ടത്. ദൈവിക സുഹൃത്തുക്കൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഞങ്ങൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ ആകർഷിക്കാൻ ഞങ്ങൾ സാധിക്കും. ഞങ്ങളിലേക്കല്ല ദൈവമേ, അങ്ങിലേക്ക് ആകർഷിക്കാൻ ഞങ്ങൾ സാധിക്കും. അപ്രകാരം ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള തിരുത്തലുകൾ, മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരുത്തി അങ്ങേക്ക് അനുയോജ്യരായിട്ട് തീരാനായിട്ട് ഞങ്ങളെ അങ്ങയുടെ ആത്മാവിനാൽ അങ്ങ് നയിക്കുകയും ആത്മാവിനാൽ അങ്ങ് ഓരോ ദിവസവും ഞങ്ങളെ മുന്നോട്ട് നീക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിധിപിതാവ് പരിശുദ്ധാത്മാവിനാൽ സർവ്വീശ്വരൻ എന്നേക്കും